ഹലോ, ഇന്ന് നമുക്ക് മുഞ്ചിയ എന്ന ഹിന്ദി ഹൊറർ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നഗരത്തിൽ താമസിക്കുന്ന ബിട്ടു എന്ന പയ്യൻ. ഈ ബിട്ടു ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബിട്ടു അവന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു. ഈ ഗ്രാമത്തിൽ ആരും കയറാതെ ശപിക്കപ്പെട്ട ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിൽ ഒരിക്കൽ ബിട്ടു എത്തിപ്പെടുകയാണ്. അവിടെ എത്തിയതിനു ശേഷം ബിട്ടുവിന് സംഭവിക്കുന്നതോ അമാനുഷികമായ ചില കാര്യങ്ങളാണ്. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗ്രാമത്തിൽ ബ്രാഹ്മണ കുടുംബത്തെയാണ് കാണിക്കുന്നത്. അവിടെ ഗോട്ടി എന്നൊരു പയ്യൻ. അവനെ അമ്മ ഒരുപാട് വഴക്ക് പറയുകയാണ്. കാരണം എന്തെന്നാൽ, ഈ ഗോട്ടിക്ക് മുന്നി എന്നൊരു പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. അവനേക്കാൾ 7 വയസ്സ് കൂടുതലാണ് ഈ മുന്നി. മുന്നിയുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. ഈ ഗോട്ടിക്കാണെങ്കിലും മുന്നിയെ വിവാഹം കഴിക്കണം. അതിന്റെ വാശിയിൽ മുന്നിയെ കല്യാണം കഴിക്കാമെന്ന ചെറുക്കന്റെ ആഹാരത്തിൽ അവൻ വിഷം കലർത്തി. അതറിഞ്ഞ അമ്മ ഗോട്ടിയെ ഒരുപാട് തല്ലും. എന്നിട്ട് മുന്നിയുടെ വിവാഹം നടക്കാൻ പോകുന്ന അന്നേ ദിവസം തന്നെ ഗോട്ടിയുടെ മുടിമുറിക്കൽ ചടങ്ങ് നടത്തുന്നു. ഗോട്ടിക്കാണെങ്കിൽ അവളെ കല്യാണം കഴിച്ചാൽ മതി. അവന് വല്ലാത്ത ദേഷ്യം. അവന്റെ കൺമുമ്പിൽ തന്നെ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹവും നടക്കുന്നു. അത് ഗോട്ടിക്ക് സഹിക്കാനായില്ല. അടുത്ത ദിവസം രാത്രി തന്നെ ഗോട്ടി തന്റെ സഹോദരിയായ ഗീതയും കൂട്ടി കടൽ വശത്തു കൂടി നടന്നു പോവുകയാണ്. എന്തിനെന്നാൽ അക്കരെ ഒരു തുരുത്തുണ്ട്, അവിടേക്കാണ് പോകുന്നത്. ഗീത ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേട്ടാ നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും ഗോട്ടി അവളോടൊന്നും പറയുന്നതേയില്ല. അങ്ങനെ ആ തുരുത്തിലെത്തി അവിടെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് ഗോട്ടി എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചെയ്യുവാനായും തുടങ്ങി. അവൻ മന്ത്രവാദം ചെയ്യുന്നത് കണ്ട് ഗീതയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. എന്നിട്ട് ഗോട്ടിയാണെങ്കിൽ ഗീതയെ അവിടെ ഇരുത്തിയിട്ട് മന്ത്രം ചെയ്യുവാനായിട്ട് കുറച്ച് പുല്ലെടുക്കുവാനെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഗോട്ടിക്കാണെങ്കിൽ എങ്ങനെയും മുന്നിയെ സ്വന്തമാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രവാദങ്ങളാണ് നടത്തുന്നത്. എന്നാൽ തിരികെ വന്ന ഗോട്ടിയാണെങ്കിലോ ഗീതയെ കൊല്ലുവാനായി ശ്രമിക്കുന്നു. കാരണം ഗീതയെ ബലി കൊടുത്താൽ മാത്രമേ മുന്നിയെ സ്വന്തമാക്കാനുള്ള ഈ ഒരു മന്ത്രവാദം പൂർത്തിയാകൂ എന്നാണ്. എന്നാൽ ഗീതയാണെങ്കിൽ ഗോട്ടിയെ തള്ളിമാറ്റി അതിൽ നിന്നും രക്ഷപ്പെടുവാനായും ശ്രമിക്കും. ഗോട്ടിയാണെങ്കിൽ അവളെ ബലി കൊടുക്കുവാനും. എന്നാൽ രക്ഷപ്പെടാനുള്ള ഗീതയുടെ ശ്രമത്തിനിടയിൽ ഗോട്ടിക്കാണെങ്കിൽ വല്ലാതെ പരിക്ക് പറ്റും. അവനാണെങ്കിൽ മരിക്കുവാനായി കിടക്കുകയാണ്. അവന്റെ വീട്ടുകാരെല്ലാം അവരെ തിരക്കി അവിടെ എത്തും. ഗോട്ടിയാണെങ്കിൽ മരണപ്പെടുകയും ചെയ്യുന്നു. ഗോട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അവന്റെ ചിതാഭസ്മം ആ ആൽമരത്തിന്റെ ചുവട്ടിൽ തന്നെ കുഴിച്ചിടും. എന്നിട്ട് അവന്റെ ആത്മാവിനെ ആൽമരത്തിൽ ബന്ധിക്കുന്നു. അത് കാണുന്ന ഗോട്ടിയുടെ അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരാൾ പറയും, മുടിമുറിക്കൽ ചടങ്ങ് കഴിഞ്ഞ് 7 ദിവസത്തിനകം ഏതെങ്കിലും ഒരു ബ്രാഹ്മണ യുവാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ തളയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ബ്രഹ്മരക്ഷസായി മാറും. അതുകൊണ്ടാണ് ഗോട്ടിയെ ഇവിടെ തളയ്ക്കുന്നതെന്നും അയാൾ പറയുന്നു. അങ്ങനെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് പൂനെ നഗരമാണ് കാണിക്കുന്നത്. അവിടെ ബിട്ടു എന്നൊരു പാവം പയ്യൻ. അവൻ എന്തിനേയും വല്ലാത്ത പേടിയാണ്. ഒരു പട്ടിയെ പോലും അവന് പേടിയാണ്. അവൻ അമ്മയുടെ ചെല്ല കുട്ടിയായിട്ടാണ് വളരുന്നത്. അമ്മ നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടാണ് ബിട്ടു ജോലി ചെയ്യുന്നത്. ബിട്ടുവിനൊരു മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി എന്നാൽ ബിട്ടുവിന് ജീവനാണ്. ബിട്ടു എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നതും മുത്തശ്ശിയോടാണ്. മുത്തശ്ശിക്കും അതുപോലെ ബിട്ടു എന്നാൽ ജീവനാണ്. ബിട്ടുവിന്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. എങ്ങനെയാണ് മരിച്ചതെന്നോ എന്താണ് അച്ഛന് സംഭവിച്ചതോ എന്നൊന്നും അമ്മയായ പമ്മിയും മുത്തശ്ശിയും ബിട്ടുവിനോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ബിട്ടുവിനാണെങ്കിൽ എന്തൊക്കെയോ ചില തോന്നലുകൾ ഉണ്ടാകും. അതെന്തെന്നാൽ, മുഞ്ചയെ തളച്ച ആ ഒരു അരയാലും അതിന്റെ പരിസരങ്ങളും ഒക്കെയാണ് ബിട്ടുവിന്റെ മനസ്സിലേക്ക് വരുന്നത്. എന്താണ് അവനെ അങ്ങനെ തോന്നാൻ കാരണമെന്നൊന്നും അവൻ അറിയത്തേയില്ല. ബിട്ടുവിന് ഒരു പെൺകുട്ടിയെ കുട്ടിക്കാലം മുതലേ ഇഷ്ടമാണ്. അവളുടെ പേരാണ് ബേല. ബിട്ടുവിനേക്കാൾ വയസ്സിന് മൂത്തതാണ് ബേല. എന്നാൽ ബേലയോടുള്ള ഇഷ്ടം ബിട്ടു ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടുമില്ല. വിദേശത്ത് പഠിക്കാൻ പോയ ബേല ഇപ്പോൾ നാട്ടിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. അവളൊരു സൂംബ ക്ലാസ്സും ആരംഭിക്കുവാൻ പോവുകയാണ്. ബേലയ്ക്കൊരു ബോയ് ഫ്രണ്ടുമുണ്ട്. അവനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ബോയ് ഫ്രണ്ടിനെ കാണുന്ന ബിട്ടുവിന് അത് സഹിക്കാനായി പറ്റിയില്ല. എന്നാൽ ബേലയുടെ സൂംബ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നതും ബിട്ടുവാണ്. അങ്ങനെ ബിട്ടു തന്റെ കൂട്ടുകാരനായ സ്പിൽബർഗിനോട് ചെന്നിട്ട് അവളുടെ സൂംബ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ നടത്തണമെന്ന് പറഞ്ഞ് കാശും കൊടുത്ത് ഏൽപ്പിക്കുന്നു. എന്നിട്ട് അവളുടെ സൂംബ ക്ലാസിന്റെ ഉദ്ഘാടന ദിവസം സ്പിൽബർഗിനെയും കൊണ്ട് ബിട്ടു അവിടെ എത്തും. ബേലയുടെ സൂംബ ക്ലാസ്സിലെത്തിയ സ്പിൽബർഗ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബേല ബിട്ടുവിനെ മാറ്റി നിർത്തിയിട്ട്, എന്റെ എല്ലാ കാര്യവും അറിയാവുന്ന ഒരേ ഒരാൾ നീയല്ലേ, എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയാലും നീയല്ലേ എന്നൊക്കെ പറയുമ്പോൾ തന്റെ മനസ്സിലെ പ്രണയം ബേല മനസ്സിലാക്കിയോ എന്നുള്ള തോന്നൽ ബിട്ടുവിനുണ്ടാകുന്നു. എന്നാൽ അതേ സമയം തന്നെ ബേലയുടെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരികയാണ്. അവൻ അവളെ പബ്ലിക്കായി പ്രപ്പോസ് ചെയ്യും.
അത് കാണുന്ന ബിട്ടുവിന്റെ ഹൃദയം തകർന്നു പോവുകയാണ്. അവൻ വല്ലാത്ത ഷോക്കിൽ നിൽക്കുന്ന സമയം തന്നെ അവന് പെട്ടെന്ന് വീണ്ടും ആ തോന്നലുണ്ടാകുന്നു. ആ അരയാലും മുംജയെ തളച്ച സ്ഥലമായ ചേത്തുക്കുവാടിയിലേക്ക് പോകൂ, അവിടേക്ക് പോകൂ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. അങ്ങനെ ഇരിക്കെ ബിട്ടുവിന്റെ കസിനായ റുക്കുവിന്റെ വിവാഹ നിശ്ചയം നടക്കാൻ പോവുകയാണ്. അതിൽ പങ്കെടുക്കുവാനായി ബിട്ടുവും കുടുംബവും ഗ്രാമത്തിലേക്ക് പോകും വഴിയിൽ അവന്റെ അമ്മയായ പമ്മിക്കാണെങ്കിലോ വല്ലാത്ത ടെൻഷനാണ്. ബിട്ടുവിനെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുവാനായി പമ്മിക്കൊട്ടും താല്പര്യമേ ഇല്ല. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എത്ര നാൾ ഇതെല്ലാം ബിട്ടുവിൽ നിന്ന് മറച്ചു വെക്കുമെന്ന്. അപ്പോൾ പമ്മി പറയും, എന്നെ കൊണ്ട് പറ്റുന്ന നാളെല്ലാം ഞാനത് മറച്ചു വെക്കും. കഴിഞ്ഞ തവണ ഗ്രാമത്തിൽ പോയപ്പോൾ സംഭവിച്ചതെല്ലാം നിങ്ങൾ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി അതിനൊന്നും മറുപടി പറയുന്നില്ല. അങ്ങനെ അവർ ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക് എത്തുകയാണ്. അവരുടെ ബന്ധുക്കളെല്ലാം അവിടെയുണ്ട്. രുക്കുവിന്റെ അച്ഛനും ബിട്ടുവിന്റെ അച്ഛന്റെ അനിയനുമായ ബാലുവിന് ബിട്ടുവിനെയും അമ്മയായ പമ്മിയെയും അത്ര ഇഷ്ടമേ അല്ല. കാരണം എന്തെന്നാൽ ബാലുവിന്റെ സഹോദരനും പമ്മിയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. അതിൽ ബാലുവിന് നല്ല എതിർപ്പുണ്ട്. എന്നാലും കുത്തിയൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ബാലുവിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. തന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് വന്നതായതിനാൽ മാത്രം ബാലു മിണ്ടാതിരിക്കുകയാണ്. അന്ന് രുക്കുവിനൊപ്പം കടല് കാണാനായി പോയ ബിട്ടുവാണെങ്കിലോ അവിടെ വെച്ച് ചേത്തുക്കുവാടി എന്ന ആ ഒരു തുരുത്ത് കാണുകയാണ്. അത് കണ്ടതും ബിട്ടുവിന് പെട്ടെന്ന് എന്തോ പോലെ തോന്നുന്നു. മുംജിയുടെ ശബ്ദം കേൾക്കുകയാണ്. ചേത്തുക്കുവാടി ബിട്ടു, ചേത്തുക്കുവാടി എന്നുള്ള രീതിയിലൊക്കെ മുംജിയെ പറയുന്നുണ്ട്. എന്തെന്ന് മനസ്സിലാക്കാത്ത ബിട്ടുവാണെങ്കിലോ നേരെ രുക്കുവിനോട് ആ തുരുത്തിന്റെ പ്രത്യേകതയെ പറ്റി ചോദിക്കും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതാണ് ചേത്തുക്കുവാടി, അതൊരു ശാപം കിട്ടിയ തുരുത്താണ്, അവിടേക്ക് ആരും പോകാറില്ല എന്നുള്ള കാര്യമൊക്കെ രുക്കു പറയുമ്പോൾ, എന്നാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് ആ സ്വപ്നം കാണുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ അവന്റെ അച്ഛൻ ഓടുന്നതായിട്ടൊക്കെയാണ് അവന് തോന്നുന്നത്. അപ്പോൾ ബിട്ടു രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛൻ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്, നിനക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നായിരുന്നു രുക്കുവിന്റെ മറുപടി. എന്നാൽ മറ്റൊരു വശത്ത് മുത്തശ്ശിയും ബാലുവും തമ്മിൽ വഴക്ക് നടക്കുകയാണ്. കാരണം എന്തെന്നാൽ ചേത്തുക്കുവാടി ആ ഒരു തുരുത്തുണ്ടല്ലോ, അത് ബാലു വിൽക്കുവാനായി തീരുമാനിച്ചു. അത് വിൽക്കുവാൻ പറ്റില്ല, ശാപം കിട്ടിയ തുരുത്തല്ലേ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ, ഞാനല്ലല്ലോ അത് ആദ്യം വിൽക്കുവാൻ ശ്രമിച്ചത്, നിങ്ങളുടെ മൂത്ത മകനല്ലേ എന്നൊക്കെ മുത്തശ്ശിയോട് ചോദിക്കുന്നു. അതെല്ലാം കേട്ടുകൊണ്ട് രുക്കുവും ബിട്ടുവും അവിടേക്ക് കയറി വരും. എന്നാൽ ബാലു സംസാരിക്കുന്നതിനിടെ ബിട്ടുവിന്റെ അച്ഛൻ മരണപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും. അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ബിട്ടുവാണെങ്കിലോ എന്റെ അച്ഛൻ എങ്ങനെയാ മരണപ്പെട്ടത് എന്നുള്ള കാര്യം ബാലുവിനോട് ചോദിക്കുന്നു. ബാലുവിനാണെങ്കിൽ ബിട്ടുവിനോടൊക്കെ ഒരു ദേഷ്യമുണ്ടല്ലോ, ആ ദേഷ്യത്തിൽ എന്താണ് അവന്റെ അച്ഛന് സംഭവിച്ചതെന്ന് ബാലു തുറന്നു പറയും. പണ്ട് ബിട്ടുവിന്റെ അച്ഛൻ ആ ഒരു ചേത്തുക്കുവാടി എന്ന തുരുത്ത് വിൽക്കുവാനായി തീരുമാനിച്ചിരുന്നു. അതിൽ ശാപം കിട്ടിയത് ആ ഒരു ആൽമരം മാത്രമാണല്ലോ മുംജിയെ തളച്ചത്. ആ ആൽമരം കത്തിക്കുവാനായി തുരുത്തിലേക്ക് പോയി കാൽ വഴുതി കടലിൽ വീണാണ് മരണപ്പെട്ടത്. അങ്ങനെയാണ് എല്ലാരും കരുതുന്നത്. എന്നാൽ ആ മുംജിയെ കൊന്നതാണ് നിന്റെ അച്ഛനെ. വേണമെങ്കിൽ ഇവിടെയുള്ള ഗ്രാമവാസികളോട് നീ പോയി തിരക്ക് എന്ന് ദേഷ്യത്തോടു കൂടി ബാലു ബിട്ടുവിനോട് പറഞ്ഞു. ബിട്ടുവിനാണെങ്കിലോ സങ്കടവും ദേഷ്യവും കാരണം ബാലുവിനോട് തർക്കിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി നേരെ ആ തുരുത്തിലേക്കാണ് പോയത്. എല്ലാവരും പറയാറുള്ള ചേത്തുക്കുവാടി അവന്റെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ വരാറുള്ള ആ ഒരു തുരുത്തിലേക്ക്, ശാപം കിട്ടിയ ആൽമരമുള്ള തുരുത്തിലേക്ക്. അവിടേക്ക് ബിട്ടു കയറിപ്പോകും. അവിടെ വെച്ചവൻ ആൽമരത്തിൽ ബന്ധിക്കപ്പെട്ട മുംജിയെ കാണും. മുംജിയും ബിട്ടുവിനെ കണ്ടു. ബിട്ടുവാണെങ്കിൽ ആ രൂപം കണ്ട് വല്ലാതെ പേടിക്കും. എന്നാൽ മറ്റൊരു വശത്ത് വീട് വിട്ടിറങ്ങിപ്പോയ ബിട്ടുവിനെ കാണാതെ പമ്മിയും മുത്തശ്ശിയും എല്ലാം അന്വേഷിക്കുകയാണ്. അപ്പോൾ അവനെ കടൽക്കരയിൽ വെച്ച് കണ്ടെന്ന് ആരോ ഫോൺ വിളിച്ച് പറയുന്നതിനാൽ മുത്തശ്ശി ബാലുവിനോട് അങ്ങോട്ട് പോയി അവനെ രക്ഷിക്കാനായി പറയും. എന്നാൽ രാത്രി സമയമായതിനാൽ ആരും അതിന് തയ്യാറാകുന്നില്ല. ഉടനെ തന്നെ മുത്തശ്ശി തന്റെ പത്തായപ്പുരയിലെത്തി അവിടെ അടുക്കി വെച്ചിരുന്ന ഒരു പെട്ടി തുറന്ന് അതിൽ നിന്നും ഒരു മാന്ത്രിക വടി പുറത്തേക്കെടുത്തു. എന്നിട്ട് അതുമായി റാന്തൽ വിളക്കിന്റെ സഹായത്തോടെ തുരുത്തിലേക്ക് പോവുകയാണ്. തുരുത്തിലേക്ക് മുത്തശ്ശി പോകുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കാണിക്കുന്നുണ്ട്. എന്തെന്നാൽ ഈ മുത്തശ്ശി യഥാർത്ഥത്തിൽ ആരെന്നാൽ പണ്ട് മുന്നിയെ സ്വന്തമാക്കാനായി മന്ത്രവാദം നടത്തി മരണപ്പെട്ടു പോയ ഗോട്ടിയുണ്ടല്ലോ, ഗോട്ടി തന്റെ സഹോദരിയായ ഗീതയെ ബലികൊടുക്കുവാനായും ശ്രമിച്ചല്ലോ, ആ ഗീതയാണ് മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശി മാന്ത്രിക വടിയുമായി ആൽമരത്തിനടുത്തേക്കെത്തി. മുത്തശ്ശിയെ കണ്ടതും മുംജിയ കളിയാക്കുവാനായും തുടങ്ങി. മുത്തശ്ശി തന്റെ കയ്യിലിരുന്ന മാന്ത്രിക വടി പുറത്തെടുത്തതും മുംജിയെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എന്നിട്ട് മുത്തശ്ശി ചോദിക്കും, എവിടെ എന്റെ കൊച്ചുമകനായ ബിട്ടു? അപ്പോൾ മുംജിയ ബിട്ടുവിനെ കാണിച്ചു കൊടുക്കുന്നു. ആൽമരത്തിന്റെ വേരിൽ കുടുക്കിയിട്ടിരിക്കുന്ന രൂപത്തിലായിരുന്നു ബിട്ടു. മുത്തശ്ശിയാണെങ്കിലോ തന്റെ മാന്ത്രിക വടി ഉപയോഗിച്ച് ആൽമരത്തിൽ തല്ലുവാനായും തുടങ്ങി. എന്നാൽ ആൽമരത്തിന്റെ വേരിൽ നിന്നും പിടിവിട്ട ബിട്ടുവിനെ മുത്തശ്ശി രക്ഷിച്ചു കൊണ്ട് പോകുവാനായി ഒരുങ്ങുമ്പോൾ മുംജിയാണെങ്കിലോ തന്റെ കൈ ബിട്ടുവിന്റെ ദേഹത്ത് പതിപ്പിച്ചു.
എന്നാൽ മുത്തശ്ശി മാന്ത്രിക വടി കൊണ്ട് മുംജിയെ തല്ലി ഓടിച്ചതിനു ശേഷം ബിട്ടുവിനെയും കൊണ്ട് തുരുത്തിൽ നിന്നും പുറത്തു വന്നു. കടൽക്കരയിലെത്തിയ മുത്തശ്ശിയാണെങ്കിലും ബിട്ടുവിനോട് യഥാർത്ഥ സത്യം തുറന്നു പറയുവാനായി തുടങ്ങി. പണ്ട് തനിക്ക് ഗോട്ടി എന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നുവെന്നും ഗോട്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളും ഗോട്ടി മരണപ്പെട്ടു പോയപ്പോൾ ഗോട്ടിയുടെ ചിതാഭസ്മം ആൽമരത്തിന് ചുവട്ടിലാണ് കുഴിച്ചിട്ടതെന്നും അതിനുശേഷം ഗോട്ടിയെ ആൽമരത്തിൽ ബന്ധിച്ചു ഗോട്ടി ഒരു ബ്രഹ്മരക്ഷസായി മാറിയ കഥയും മുത്തശ്ശി ബിട്ടുവിനോട് പറഞ്ഞു. എന്ത് വില കൊടുത്തും ബിട്ടുവിനെ രക്ഷിക്കുമെന്ന് മുത്തശ്ശി അവനോട് പറഞ്ഞപ്പോൾ അവന് വല്ലാതെ സങ്കടവും മുത്തശ്ശിയോട് സ്നേഹവും ഉണ്ടായി. അപ്പോൾ തന്നെ ബിട്ടുവിന്റെ മുതുകത്ത് മുംജിയെ തന്റെ കൈ പതിപ്പിച്ചല്ലോ. അത് ചുട്ടു പഴുക്കുവാനായും തുടങ്ങി. എന്തെന്നാൽ മുംജിയെ ആൽമരത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു. മുംജിയെ തന്റെ കൈ ബിട്ടുവിന്റെ മുതുകത്ത് പതിപ്പിച്ചതോടുകൂടി ബിട്ടുവിലൂടെ അവൻ സ്വതന്ത്രമായി. വർഷങ്ങളായി മുംജിയെ കാത്തിരുന്നതും അതിനു വേണ്ടിയിട്ടാണ്. ബിട്ടുവിലൂടെ മാത്രമേ അത് സാധിക്കൂ എന്നറിയുന്നതിനാലാണ് ബിട്ടുവിനെ അവിടെ വരുത്താൻ വേണ്ടി മുംജിയെ ശ്രമിച്ചുകൊണ്ടിരുന്നതും. പുറത്തു വന്ന മുംജിയാണെങ്കിലും മുത്തശ്ശിയെ കൊന്നുകളഞ്ഞു. പിന്നീട് ബോധം വന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഉറക്കമുണരുന്ന ബിട്ടുവിനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശി മരണപ്പെട്ടതറിഞ്ഞ ബിട്ടുവിന് അത് താങ്ങാനായില്ല. മുത്തശ്ശിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ബിട്ടു കാരണമാണ് മുത്തശ്ശി മരണപ്പെട്ടത് എന്നെല്ലാം ബാലുവും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അത് സഹിക്കാനാകാത്ത പമ്മിയാണെങ്കിലോ ബിട്ടുവിനെ വിളിച്ച് അവിടെ നിന്ന് സിറ്റിയിലേക്ക് യാത്ര പുറപ്പെടും. പോകുന്ന വഴിയിൽ ബിട്ടുവിന്റെ മുതുകത്തെ ആ ഒരു കൈപ്പാദം പഴുക്കുവാനായും തുടങ്ങി. ബിട്ടുവിനെ മുംജിയെ വിടാതെ പിന്തുടർന്നു. ബിട്ടുവിനൊപ്പം മുംജിയെ സിറ്റിയിലേക്ക് വരികയാണ്. ബിട്ടുവിനോട് അവന് മാത്രമേ മുംജിയെ കാണാൻ പറ്റൂ എന്ന് മുംജിയെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ വീട്ടിലെത്തിയിട്ട് ബിട്ടുവിനെ മുംജിയെ വിടാതെ പിന്തുടർന്നിരുന്നു. ബിട്ടുവാണെങ്കിലും മുംജിയെ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. പോകൂ, മുന്നിയെ പോയി കാണ്, അവളെ എനിക്ക് കാണണം, അവൾ അടുത്തേക്ക് പോകൂ എന്നൊക്കെയായിരുന്നു ബിട്ടുവിനോട് മുംജിയെ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയും മുംജിയേക്ക് മുന്നിയുടെ അടുത്തെത്തണം, അതും ബിട്ടുവിലൂടെ. എന്നാൽ ബിട്ടുവാണെങ്കിലും മുംജിയെ പറയുന്നതൊന്നും കേൾക്കില്ല. അത് മനസ്സിലാക്കിയ മുംജിയാണെങ്കിലോ പമ്മിയെ ഉപദ്രവിക്കുവാനായും തുടങ്ങി. തന്റെ അമ്മയെ എങ്ങനെയും മുംജിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്ന് തീരുമാനിച്ച ബിട്ടു മുംജിയെ പറയുന്നതെല്ലാം കേൾക്കുവാനായും തീരുമാനിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ബിട്ടുവിന്റെ സ്വസ്ഥതയും സമാധാനവും ഉറക്കവും എല്ലാം പോയി. മുംജിയെ പറയുന്നതെല്ലാം അനുസരിച്ചില്ലെങ്കിൽ ബിട്ടുവിനെ ഉപദ്രവിക്കുമായിരുന്നു. സൂര്യൻ അസ്തമിച്ചാൽ ഉടൻ തന്നെ മുംജിയെ പ്രത്യക്ഷപ്പെടും. സൂര്യൻ ഉദിക്കുമ്പോഴോ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അങ്ങനെ രാത്രിയായി കഴിഞ്ഞാൽ മുംജിയാണെങ്കിലോ ബിട്ടുവിനെയും കൂട്ടി മുന്നിയെ അന്വേഷിച്ച് നടക്കുവാനായും തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോകെ രാത്രി കാലങ്ങളിലെല്ലാം ബിട്ടു മുംജിയെയും കൊണ്ട് മുന്നിയെ അന്വേഷിച്ച് നടക്കുവാനായും തുടങ്ങി. അങ്ങനെ ബിട്ടുവിന്റെ ആരോഗ്യസ്ഥിതി തന്നെ മോശമായി. അവൻ ആഹാരവും കഴിക്കുന്നില്ല. അവന്റെ കണ്ണൊക്കെ ചുമന്നു കിടക്കുന്നു. പകൽ സമയങ്ങളിലാണ് ബിട്ടു വീട്ടിൽ വന്ന് കയറുന്നത് പോലും. അതെല്ലാം ശ്രദ്ധിക്കുന്ന അമ്മയാണെങ്കിലോ ഇവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണോ, മുത്തശ്ശിയുടെ മരണശേഷം അത് താങ്ങാനാകാതെ ഇവൻ മറ്റൊരു വഴിയിലൂടെ പോവുകയാണോ എന്നൊക്കെ ചിന്തയുണ്ടായ അമ്മയാണെങ്കിലോ ഉടനെ തന്നെ സ്പിൽബർഗിനെ വിളിച്ചിട്ട് അവന്റെ കാര്യം പറയും. സ്പിൽബർഗിനോട് ബിട്ടുവിനോട് സംസാരിക്കുവാനായും പറഞ്ഞു. അങ്ങനെ സ്പിൽബർഗ് ബിട്ടുവിനെ കാണാനായി എത്തി. എന്നിട്ട് അവന്റെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാനൊരു മയക്കുമരുന്നും ഉപയോഗിക്കുന്നില്ല, ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ബിട്ടു തനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ട സ്പിൽബർഗ് ആണെങ്കിലും ബിട്ടു പറയുന്നതൊന്നും വിശ്വസിക്കാനായും കൂട്ടാക്കിയില്ല. എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞതും ബിട്ടുവാണെങ്കിലും മുംജിയുടെ സാന്നിധ്യം സ്പിൽബർഗിന് മനസ്സിലാക്കി കൊടുത്തു. അവന് ബിട്ടു പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായി. ഓജോ ബോർഡ് വഴിയൊക്കെ മുംജിയോട് സംസാരിക്കുവാനായി ശ്രമിച്ചപ്പോഴെല്ലാം മുംജിയാണെങ്കിലും തനിക്ക് മുന്നിയെ വിവാഹം കഴിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ മുന്നിയെ കണ്ടെത്തുവാനായും തീരുമാനിച്ചു. അപ്പോൾ സ്പിൽബർഗ് പറയും, മുത്തശ്ശിയുടെ സഹോദരനായ ഗോട്ടിയാണല്ലോ ഈ ഒരു മുംജിയ. അപ്പോൾ ഈ മുത്തശ്ശി മുന്നിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ കാണുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ രുക്കുവിനോട് ചോദിക്കുവാനായും തീരുമാനിച്ചു. അങ്ങനെ ബിട്ടു രുക്കുവിനെ വീഡിയോ കോൾ വിളിച്ചു. മുന്നിയെ പറ്റി തിരക്കിയപ്പോൾ മുന്നിയെ അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ മുന്നിയുടെ ഫാമിലി പേര് കേട്ടതും അറിയാം, ഇവിടെ അടുത്ത് താമസിച്ചിരുന്ന ആളാ, വർഷങ്ങൾക്ക് മുൻപ്, ഇപ്പോൾ എവിടെയാണെന്നറിയില്ല, മുത്തശ്ശിയുടെ പഴയ ഫോട്ടോ പരിശോധിച്ചാൽ അതിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ് അവൾ ഫോട്ടോ ഉണ്ടെങ്കിൽ അതെടുത്ത് അയച്ചു തരാമെന്നും പറഞ്ഞു. അങ്ങനെ കുറച്ചു കഴിഞ്ഞതും ഫോട്ടോ അവർക്ക് വാട്സപ്പിൽ അവൾ അയച്ചു കൊടുത്തു. ഫോട്ടോ കണ്ട ബിട്ടുവും സ്പിൽബർഗും ഞെട്ടിപ്പോവും. കാരണം എന്തെന്നാൽ ആ പറയുന്ന മുന്നി കാണാൻ ബേലയെ പോലെ തന്നെയാണ്. ആ ഫോട്ടോ കണ്ടതും മുന്നിയെ കാണാൻ ബേലയെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം അവർ സംസാരിക്കുന്നത് മുംജിയെ കേൾക്കുകയാണ്. എന്നാൽ ബിട്ടുവിനും സ്പിൽബർഗിനും ഒരു കാര്യം മനസ്സിലായി, ഈ ബേലയുടെ മുത്തശ്ശിയാണ് ആ മുന്നി. അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന മുംജിയാണെങ്കിലും നേരെ ബേലയുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ വയസ്സായിരിക്കുന്ന ബേലയുടെ മുത്തശ്ശിയെ കാണുകയാണ്. മുംജിയെ കാണാൻ ആഗ്രഹിച്ച മുന്നിയെ.
അതേസമയം തന്നെ ബേല അവിടേക്ക് വരും. ബിട്ടുവിനോട് സംസാരിക്കുന്ന സമയം ബേലയെ കാണുന്ന മുംജിയയ്ക്ക് തന്റെ മുന്നിയെ പോലെ തന്നെ തോന്നുന്നു. കാരണമെന്നാൽ ബേല കാണാൻ മുന്നിയെ പോലെ തന്നെയാണല്ലോ. അതേസമയം ബിട്ടു ബേലയെ മാറ്റി നിർത്തി സംസാരിക്കുന്ന സമയം മുംജിയും അവിടേക്ക് വരികയാണ്. അത് മനസ്സിലാക്കിയ ബിട്ടു എത്രയും പെട്ടെന്ന് സ്പിൽബർഗിനെയും കൂട്ടി ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് പോകും. അവിടെയാണെങ്കിൽ മുംജിയുമുണ്ട്. അത്രയും നാൾ മുന്നിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന മുംജിയാണെങ്കിലോ ഇപ്പോൾ അത് മാറ്റി ബേലയെ വിവാഹം കഴിക്കണമെന്ന് പറയും. എന്നിട്ട് മുംജിയാണെങ്കിലോ അവരോട് പറയുന്നുണ്ട് വിവാഹം നടക്കേണ്ടത് ചേത്തുക്കുവാടിയിലെ ആ തുരുത്തിൽ വെച്ചാണ്. അവിടെ നടക്കുന്ന പൂജയിലും മന്ത്രവാദത്തിലും അവളെ ബലി നൽകും. അവൾ ബ്രഹ്മരക്ഷസായി മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിവാഹം കഴിക്കുമെന്ന് മുംജിയെ പറയുന്നത് കേട്ട ബിട്ടുവാണെങ്കിലോ മുംജിയുടെ ആഗ്രഹം അംഗീകരിക്കുവാനായി തയ്യാറാകുന്നില്ല. അത് മനസ്സിലാക്കിയ മുംജിയാണെങ്കിലോ നിന്റെ അമ്മയെയും ബേലയെയും എല്ലാം ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ബിട്ടു അതിന് തയ്യാറായി. എന്നാൽ ബിട്ടുവിന്റെ മനസ്സിലാണെങ്കിലോ ബേലയെ ബലി നൽകുവാനൊന്നും താല്പര്യമില്ലായിരുന്നു. എങ്ങനെയും ബേലയെ രക്ഷിക്കണമെന്നായിരുന്നു അവന്റെ മനസ്സിൽ. അടുത്ത ദിവസം തന്നെ അവനും സ്പിൽബർഗും ചേർന്ന് പ്രേതങ്ങളെയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരാളിനെ കാണുവാനായും പോയി. എങ്ങനെയും മുംജിയെ ഒഴിപ്പിക്കണമെന്നാണ് അവന്റെ മനസ്സിൽ. എൽവിസ് എന്നൊരാളിന്റെ അടുത്തേക്കാണ് അവർ രണ്ടാളും പോയത്. എൽവിസിന്റെ സംസാരം കേട്ടതും എൽവിസ് ഒരു പറ്റിപ്പുകാരനാണെന്ന് അവർ കരുതി. എന്നാൽ ബിട്ടുവിന്റെ മുതുകത്തെ ആ കൈപ്പാദം കണ്ടതും ഇത് മുംജിയാണെന്ന് എൽവിസ് പറഞ്ഞു. അത് കേട്ടതും അവർക്ക് രണ്ടാൾക്കും എൽവിസിനെ വിശ്വാസമായി. എൽവിസ് തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു ഗ്രന്ഥമെടുക്കും. എൽവിസ് പറയും താൻ 4 മുഞ്ചിയമാരെ ഒഴിച്ചത് ഈ ഒരു ഗ്രന്ഥത്തിലൂടെയാണ് എന്ന് പറഞ്ഞ് ഈ മുഞ്ചിയയുടെ കഥ പറയുകയാണ്. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഏതെങ്കിലും ബ്രാഹ്മണ പയ്യന്മാർ തലമുണ്ടനം ചെയ്തതിനു ശേഷം 10 ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബ്രഹ്മരക്ഷസായി മാറും. അങ്ങനെയുള്ള ബ്രഹ്മരക്ഷസുമാരാണ് ഈ മുഞ്ചിയ. ഇവർക്കാണെങ്കിൽ ആഗ്രഹസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ അലഞ്ഞു നടക്കുന്നത്. പ്രധാനമായും വിവാഹമായിരിക്കും. എന്നാൽ ഈ രൂപത്തിലുള്ള വികൃത ജീവികളെ വിവാഹം കഴിക്കാൻ ഏതെങ്കിലും പെൺകുട്ടി തയ്യാറാകുമോ? ഇല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അവരെ ബലി നൽകുന്നത്. ബലി നൽകുന്നതിലൂടെ രണ്ടുപേരുടെയും ആത്മാക്കൾ ഒന്നാകുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ആഗ്രഹം സാധിക്കാതെ മരിച്ചു പോകുന്നവരുടെ ചിതാഭസ്മം ആ ഒരു ആൽമരത്തിന് ചുവട്ടിൽ തന്നെ കുഴിച്ചിട്ടതിനു ശേഷമാണ് ഇവരെ ബന്ധിക്കുന്നത്. ഇവർക്കൊരാളുടെ സഹായം വേണം ആ ബന്ധനത്തിൽ നിന്നും പുറത്തു കടക്കാൻ. അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ ആ ആളിന്റെ സ്വസ്ഥതയെല്ലാം നഷ്ടപ്പെടുമെന്ന് എൽവിസ് പറയുമ്പോൾ അത് കേട്ട സ്പിൽബർഗ് ആണെങ്കിൽ അതാ ഇവനിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ട് എൽവിസ് പറയും സാധാരണയായി മുഞ്ചിയ മന്ത്രവാദം കഴിച്ച് ബലി നൽകുന്നതിന് മുമ്പ് ഒരു ജീവനുള്ള ശരീരം സ്വീകരിക്കും. അതെപ്പോഴും ആടിന്റെ ശരീരമാണ് സ്വീകരിക്കാറുള്ളത്. ഇവരെ അവരുടെ കുടുംബക്കാർക്ക് മാത്രമല്ലേ കാണാനായും പറ്റൂ. അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ആളിന്റെ ബ്ലഡ് കൊണ്ട് ആടിന്റെ നെറ്റിയിൽ ഒരു സിമ്പൽ വരയ്ക്കും. ആ സിമ്പൽ വരച്ചതിന് ശേഷമാണ് മുംജിയ ആടിന്റെ ദേഹത്ത് കയറുന്നതും ബലി നടക്കുന്നതും ആത്മാക്കൾ ഒന്നാകുന്നതും. മുംജിയെ പറയാത്ത മറ്റൊരു കാര്യമുണ്ടെന്ന് എൽവിസ് അവരോട് പറയും. അതെന്തെന്നാൽ ആടിന്റെ ദേഹത്ത് മുംജിയ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആടിനെ കൊന്നു കളയണം. അതോടുകൂടി മുംജിയ ഈ ലോകം വിട്ടു പോകുമെന്നും എൽവിസ് പറയുന്നു. അതെല്ലാം കേട്ട ബിട്ടുവും സ്പിൽബർഗും ഈ ഒരു പ്ലാൻ എങ്ങനെ വർക്കൗട്ടാക്കും? ബേല അറിയാതെ വേണ്ടേ ഇതെല്ലാം ചെയ്യാൻ? അതെങ്ങനെ ചെയ്യുമെന്ന് അവർ ചിന്തിക്കുകയാണ്. ബിട്ടുവും സ്പിൽബർഗും ചേർന്ന് ഒരു പ്ലാൻ ഇടും. എന്നിട്ട് അവർ ബേലയുടെ അടുത്ത് വന്നിട്ട് അവളുടെ സൂംബ ക്ലാസ്സിന് വേണ്ടി പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ആ തുരുത്തുള്ള കടലിനടുത്തേക്ക് പോകും. അവർ പോകുന്ന വഴിയിലാണെങ്കിലോ ആ ബസ്സിൽ എൽവിസും കയറുകയാണ്. എൽവിസ് ആർക്കും സംശയം തോന്നാത്ത രീതിയിലാണ് അതിൽ കയറിയതും. എന്നിട്ട് പകുതി വഴിയിൽ ഇറങ്ങിയതിനു ശേഷം ബിട്ടുവിന്റെ കയ്യിൽ ഒരു സാധനം ഏൽപ്പിച്ചിട്ട് ഞാൻ കൂടെ വന്നാൽ ശരിയാകില്ല, മുംജിയയ്ക്ക് സംശയമാകും, ഞാൻ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരാം, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയെന്ന് പറയും. അങ്ങനെ അവർ നേരെ കടലിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ഒരുപാട് ഷൂട്ടൊക്കെ ചെയ്യും. ബേലയ്ക്കാണെങ്കിലോ സംശയമൊന്നും തോന്നുന്നില്ല. ഷൂട്ട് ചെയ്ത് റെസ്റ്റ് എടുക്കുന്ന സമയമാണെങ്കിൽ ബേല ബിട്ടുവിനോട് പറയും എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട്. കാരണം എന്തെന്നാൽ എന്റെ ബോയ് ഫ്രണ്ട് എന്നെ ലണ്ടനിലേക്ക് പോകുവാനായി നിർബന്ധിക്കുന്നു. എനിക്കാണെങ്കിലോ അതിനൊട്ടും താല്പര്യമില്ല. ഞാൻ അവനെ ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഫോൺ വിളിക്കാനായി ഒരുങ്ങുന്ന സമയം തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് അവിടെ പൂവുമായി ഒക്കെ എത്തുകയാണ്. അവളെ വീണ്ടും പ്രപ്പോസ് ചെയ്യും. നീ ലണ്ടനിൽ വരികയോ ഇവിടെ നിൽക്കുകയോ എന്ത് വേണോ ചെയ്ത് എനിക്കൊരു കുഴപ്പവുമില്ല, നിന്റെ സന്തോഷത്തിനൊപ്പം നിൽക്കുകയാണ് ഞാനെന്ന് പറയും. അത് കാണുന്നതും ബിട്ടുവിന് സങ്കടം സഹിക്കാനായില്ല. കാര്യം അവൾ ബ്രേക്കപ്പ് ചെയ്യുമെന്നാണല്ലോ ബിട്ട് കരുതിയിരുന്നതും. ബിട്ടുവിനാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയമല്ല അവളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നിരുന്നു. അതേസമയം സൂര്യൻ അസ്തമിച്ചിരുന്നു. ബിട്ടുവിനടുത്തേക്ക് മുംജി എത്തുകയാണ്. മുംജിയാണെങ്കിലോ ബേലയും ബോയ് ഫ്രണ്ടും കൂടി സംസാരിച്ചു നിൽക്കുന്നത് കാണും. അത് കണ്ട് ദേഷ്യം വന്ന മുംജിയാണെങ്കിലോ അവളുടെ ബോയ് ഫ്രണ്ടിനെ അവിടെ നിന്നും വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്.
ബോയ് ഫ്രണ്ടിന് ഒരുപാട് പരിക്കുകൾ പറ്റി അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം ഡോക്ടർ പറയും അവന് ഒരുപാട് പരിക്കുകളുണ്ട്, വൃഷണം വരെ കടിച്ചെടുത്തിരിക്കുന്നു. അവർ വിചാരിച്ചിരുന്നത് ഏതോ കാട്ടുമൃഗം ആക്രമിച്ചിരിക്കുന്നു എന്നാണ്. അത് ബേലയ്ക്ക് താങ്ങാനായില്ല, അവളുടെ ബോധമേ പോയി. അതേസമയം തന്നെ ബേല സങ്കടപ്പെടുന്നത് കാണുന്ന മുംജിയയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാനാകാതെ ഹോസ്പിറ്റലിലെ സ്റ്റോർ റൂമിൽ ചെന്ന് ഒരുപാട് പ്രശ്നമുണ്ടാക്കും. എനിക്ക് ബേലയെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പ്രശ്നമുണ്ടാക്കിയത്. ബിട്ടുവും സ്പിൽബർഗും ചേർന്ന് മുംജിയെ ഒരുപാട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ നടക്കുന്നില്ല. അതേസമയം തന്നെ രുക്കു അവിടേക്ക് കയറി വന്നു. രുക്കു അവരുടെ കുടുംബത്തിൽപ്പെട്ടതായതിനാൽ മുംജിയെ അവൾക്ക് കാണാനായി പറ്റി. രുക്കു പേടിച്ച് അലറി വിളിക്കുകയാണ്. അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ബിട്ടുവും സ്പിൽബർഗും കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ അവരെല്ലാരും ചേർന്ന് ഒരു പ്ലാൻ ഇടും. എങ്ങനെയെങ്കിലും ബേലയെ തുരുത്തിലെത്തിക്കണമല്ലോ. അതിനായിട്ട് ബേലയ്ക്ക് കുടിക്കാനായി കൊടുത്ത കരിക്കിൻ വെള്ളത്തിൽ മദ്യം ചേർത്ത് കൊടുത്തു. മറ്റൊരു വശത്ത് രുക്കുവും സ്പിൽബർഗും ചേർന്ന് ഒരാടിനെ ഒപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ടവർ തുരുത്തിലേക്ക് പോകും. കൂടെ ബേലയുമുണ്ട്. ബേല നന്നായി മദ്യപിച്ചിരുന്നു. അങ്ങനെ അവർ അരയാലിന് മുന്നിലെത്തി ആടിനെ ഒരു വരനെ പോലെയും ബേലയെ ഒരു വധുവിനെ പോലെയും ഒരുക്കി. എന്നിട്ട് ബിട്ടു തന്റെ കൈ മുറിച്ചതിന് ശേഷം ആ ബ്ലഡ് കൊണ്ട് ആടിന്റെ നെറ്റിയിൽ ഒരു സിമ്പൽ വരച്ചു. ആ സിമ്പൽ വരച്ചതും മുംജിയ ആടിന്റെ ദേഹത്തേക്ക് കയറി. ആടിന്റെ ദേഹത്ത് കയറിയതും ഉടനെ തന്നെ മദ്യപിച്ചിരുന്ന ബേല ഒരു പണി ചെയ്തു. ബിട്ടുവിന്റെ അതേ ബ്ലഡ് എടുത്ത് അവളുടെ നെറ്റിയിലും ആ സിമ്പൽ വരച്ചു. വരന് മാത്രമല്ല വധുവിനും ഇരിക്കട്ടെ എന്നൊക്കെ അവൾ പറയും. അതേസമയം ബിട്ടുവാണെങ്കിൽ ആടിനെ കൊല്ലുവാനായി ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ബേല തന്റെ നെറ്റിയിൽ ആ സിമ്പൽ വരച്ചതിനാൽ ആടിന്റെ ദേഹത്ത് നിന്നും ഉടനെ തന്നെ മുംജിയുടെ ആത്മാവ് ബേലയുടെ ദേഹത്തേക്ക് കയറി. ബേലയുടെ ദേഹത്തെ അവളുടെ ആത്മാവാണെങ്കിലും ആടിന്റെ ഉള്ളിലേക്കും പ്രവേശിച്ചു. ആടവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്തു. എന്നിട്ട് ബേലയുടെ ദേഹത്ത് പ്രവേശിച്ച മുംജിയാണെങ്കിലും അവരെ ആക്രമിക്കുവാനായും തുടങ്ങി. ഉടനെ തന്നെ അവരവിടെ നിന്നും ഇറങ്ങിയോടി നേരെ എൽവിസിനടുത്തേക്കാണ് വന്നത്. എൽവിസിനടുത്ത് നടന്ന കാര്യമെല്ലാം പറഞ്ഞു. അവരുടെ അടുത്തേക്ക് ബേല വരും. ബേലയുടെ ദേഹത്ത് മുംജ കയറിയിരിക്കുകയാണല്ലോ. എൽവിസ് തന്റെ ശക്തി ഉപയോഗിച്ച് ബേലയെ ഒരു മന്ത്രക്കളത്തിനുള്ളിലാക്കി. എന്നിട്ട് ആ ആട്ടിൻകുട്ടിയെ കണ്ടുപിടിക്കുവാനായും പറയും. ആട്ടിൻകുട്ടിയുടെ ശരീരത്തിലാണല്ലോ ബേലയുടെ ആത്മാവും ഉള്ളത്. എന്നാൽ അതേസമയം ബാലുവും കൂട്ടുകാരനും ചേർന്ന് ഇറച്ചി കഴിക്കുകയായിരുന്നു. അവിടെ എത്തി എൽവിസ് ആടിനെ പറ്റി തിരക്കുമ്പോൾ ആടിനെ അവർ കഴിച്ചു എന്ന് പറയും. അത് കേട്ടതും എൽവിസ് ആണെങ്കിലോ ആടിനെ അവൻ കഴിച്ചെങ്കിൽ അവന്റെ ഉള്ളിൽ ബേലയുടെ ആത്മാവ് പോയി കാണുമെന്ന് കരുതി ഉടനെ തന്നെ ബാലുവിന്റെ കൈ തന്നെ മുറിച്ച് ആ രക്തമെടുത്ത് ബാലുവിന്റെ നെറ്റിയിൽ ആ ഒരു സിമ്പൽ കുത്തുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സ്പിൽബർഗ് ആട്ടിൻകുട്ടിയെ കണ്ടെത്തുകയാണ്. മുംജിയെ നോക്കാനായി ഏൽപ്പിച്ചിരുന്ന രുക്കുവിനെ കബളിപ്പിച്ച് മുംജിയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. സ്പിൽബർഗ് ആട്ടിൻകുട്ടിയുമായി നേരെ എൽവിസിന്റെയും ബിട്ടുവിന്റെ അടുത്ത് വന്നു. അതേസമയം തന്നെ മുംജയും അവിടേക്ക് എത്തുകയാണ്. എന്നാൽ ബാലുവിന്റെ നെറ്റിയിൽ ആ സിമ്പൽ അടിച്ചിരുന്നതിനാൽ ഉടനെ തന്നെ ബേലയുടെ ശരീരത്തുണ്ടായിരുന്ന മുംജയുടെ ആത്മാവും ബാലുവിന്റെ ശരീരത്തിലേക്കും പ്രവേശിച്ചു. ആട്ടിൻകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന ബേലയുടെ ആത്മാവും ബേലയുടെ ശരീരത്തിലേക്കും പ്രവേശിച്ചു. മുംജ ദേഹത്ത് കയറിയ ബാലു അവരെയെല്ലാം ഉപദ്രവിച്ചു. അതേസമയം ബിട്ടുവാണെങ്കിൽ ബേലയെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി നേരെ കടൽക്കരയിലെത്തി. അവരുടെ പുറകെ വന്ന മുംജിയാണെങ്കിലോ ബിട്ടുവിനെ തല്ലി അവന്റെ ബോധവും പോയി. എന്നിട്ട് മുംജിയാണെങ്കിലോ ബേലയെ കൊണ്ട് തുരുത്തിലേക്കും പോയിരുന്നു. ബോധം വന്ന ബിട്ടു കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അവൻ കരയുകയാണ്. അപ്പോൾ അവന്റെ അടുത്തേക്ക് മുത്തശ്ശിയുടെ ആത്മാവെത്തുന്നു. എന്നിട്ട് ബിട്ടുവിനോട് പറയും, നീ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ അവൾ, അപ്പോൾ നീ ധൈര്യമായി നിന്ന് നിന്റെ പേടിയൊക്കെ മാറ്റിവെച്ച് മുംജയോട് പോരാടണമെന്നും പറയും. എന്നിട്ട് മുത്തശ്ശി അവന് ശക്തി നൽകിയതിനു ശേഷം മുത്തശ്ശിയുടെ കയ്യിലുള്ള ആ മാന്ത്രിക വടി അവന് കടലിൽ നിന്ന് കിട്ടുകയാണ്. മുത്തശ്ശി അവിടെ നിന്ന് മാഞ്ഞുപോയി. ബിട്ടു ഉടനെ ആ മാന്ത്രിക വടിയുമായി തുരുത്തിലേക്ക് എത്തുകയാണ്. അതേസമയം മുംജ ബേലയെ ബലി കൊടുക്കുവാനായി നോക്കുകയായിരുന്നു. വടിയുമായി എത്തിയ ബിട്ടുവിനെ കണ്ടതും മുംജയ്ക്ക് പേടിയാകുവാനായും തുടങ്ങി. ആ മാന്ത്രിക വടിയിൽ ശക്തിയുണ്ടല്ലോ. ബിട്ടു ആണെങ്കിൽ മുംജയെ ആ വടി കൊണ്ട് തല്ലുവാനൊക്കെ നോക്കുന്ന സമയം മുംജയാണെങ്കിൽ ബിട്ടുവിനെയും തിരിച്ചു തല്ലുകയാണ്. എന്നാൽ മുംജയുടെ ദേഹത്ത് ബിട്ടു ആ മാന്ത്രിക വടി കൊണ്ട് ആ സിമ്പൽ വരച്ചു. ബിട്ടുവിനെ ആ മുംജയാണെങ്കിലോ അരയാലിൽ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ബിട്ടു തന്റെ കൈ മുറിച്ച് അരയാലിലും ആ സിമ്പൽ വരച്ചു. ഉടനെ തന്നെ ബാലുവിന്റെ ശരീരത്തിൽ നിന്നും മുംജ അരയാലിലേക്ക് പ്രവേശിച്ചു. ബോധം വന്ന ബാലു അവിടെ നിന്നും എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. എന്നാൽ ആൽമരത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ ആൽമരത്തിന്റെ വേരുപയോഗിച്ച് രണ്ടുപേരെയും ഉപദ്രവിക്കുവാനായും തുടങ്ങി. ബിട്ടുവിന്റെ കാലിൽ വേരുപയോഗിച്ച് കെട്ടിവലിക്കുന്ന സമയം ബേലയാണെങ്കിലോ അവിടെ പെട്രോൾ വെച്ചിരിക്കുന്നത് കാണും. ഉടനെ തന്നെ ബേലയാണെങ്കിലോ പെട്രോൾ എടുത്ത് മുംജയുടെ ദേഹത്തേക്ക് ഒഴിച്ചു. ആ ആൽമരത്തിന് ചുറ്റും വീണു. ബിട്ടുവിന്റെ കയ്യിൽ തീ കത്തിച്ച ഒരു മരക്കഷ്ണം കിട്ടും. അപ്പോൾ ബേലയാണെങ്കിൽ ബിട്ടു എന്ന് വിളിക്കുകയാണ്. കാരണം അവൾ പെട്രോൾ ഒഴിച്ചിരുന്നല്ലോ. അവൻ ആ തീക്കൊള്ളി അതിന്റെ ദേഹത്തേക്ക് എറിഞ്ഞു. ആൽമരം നിന്ന് കത്തും. അതോടുകൂടി മുംജയും അതിൽ കത്തി അമരുകയാണ്. ബേലയ്ക്കും ബിട്ടുവിനും ഒരുപാട് സമാധാനമായി, സന്തോഷമായി.
അങ്ങനെ എല്ലാ പ്രശ്നവും അവസാനിച്ച് എല്ലാവരും പൂനെയിലേക്ക് തിരിച്ചുപോയി. ബേല അങ്ങനെ വീണ്ടും വിദേശത്തേക്ക് സൂംബ പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാനായി ഒരുങ്ങുകയാണ്. ബിട്ടു പണ്ടത്തെ പോലെയല്ല, അവന്റെ പേടിയെല്ലാം മാറി അവന് ധൈര്യം വന്നിരിക്കുന്നു. അവൻ ബേലയെ കാണാൻ എത്തിയിട്ട് അവന് ബേലയെ ഇഷ്ടമാണെന്നുള്ള കാര്യം ധൈര്യമായി തുറന്നു പറയും. എന്നാൽ ബേലയാണെങ്കിലോ അവൾ ഒരിക്കലും ബിട്ടുവിനെ അങ്ങനെ കണ്ടിട്ടേ ഇല്ലെന്നുള്ള കാര്യം അവനോട് തുറന്നു പറഞ്ഞു. അത് കേട്ട ബിട്ടുവാണെങ്കിൽ, സാരമില്ല, എന്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു. ഇത് കാരണം നമുക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും പോകരുത്. ഞാൻ ഒരിക്കലും ആ മുംജിയെ പോലെ ആകില്ലെന്നും ബിട്ടു അവളോട് പറഞ്ഞു. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പിരിയുകയാണ്. അങ്ങനെ ബിട്ടു സന്തോഷമായി അവന്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അവൻ ധൈര്യവാനായി പഴയതുപോലുള്ള പേടി സ്വഭാവങ്ങളെല്ലാം മാറിയിരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ ബിട്ടു നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് മുംജിയുടെ ശബ്ദം കേൾക്കുന്നു. ബിട്ടു എന്ന് വിളിക്കുകയാണ്. അവന്റെ മനസ്സിൽ ഒരു കാഴ്ച വരുന്നു. എന്തെന്നാൽ ആ തുരുത്ത് വിറ്റു കത്തിയ ആൽമരം ആരൊക്കെയോ ചേർന്ന് മുറിക്കുകയാണ്. അതിനുള്ളിലെ മുംജ നശിച്ചിട്ടില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ബിട്ടുവാണെങ്കിൽ തന്റെ മാന്ത്രിക വടി പുറത്തെടുത്ത് ധൈര്യമായി മുംജയെ നേരിടുവാനായും തയ്യാറാവുകയാണ്. മുംജ നശിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.